നമുക്ക് ഇന്ന് ആദ്യം പോകേണ്ടത് പത്തനംതിട്ടയിലെ പോക്സോ കേസുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകളിലേക്ക് തന്നെയാണ്. പോക്സോ കേസിൽ 8 പേർ കൂടി കസ്റ്റഡിയിലായിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്തവരെ ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പെൺകുട്ടിയുടെ മൊഴിയും പോലീസ് ഉടൻ തന്നെ രേഖപ്പെടുത്തും. കേസിൽ 5 പേരെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. കായിക താരമായ പെൺകുട്ടിയെ പീഡിപ്പിച്ചവരിൽ പരിശീലകരും സുഹൃത്തുക്കളുമുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികൾ പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിച്ചത് അച്ഛന്റെ ഫോൺ വഴിയെന്നും പോലീസിന്റെ കണ്ടെത്തൽ. വിശദാംശങ്ങളുമായി സാജിദ് അജ്മലാണ് ചേരുന്നത്. സാജിദ്, ഗുഡ് മോർണിംഗ്. കേരളത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്നലെ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ പുറത്തുവരുന്നത്. അന്വേഷണം എന്തായാലും പോലീസ് വ്യാപിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ പേരെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടിരിക്കുന്നു. 8 പേർ നിലവിൽ കസ്റ്റഡിയിലായി എന്നൊക്കെ അറിയുന്നു. ഇപ്പോൾ പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണോ? ഈ പെൺകുട്ടിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു സാജിദ്? ദിവ്യ, നിലവിൽ 8 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിൽ എടുത്തത്. രാത്രി കൂടുതൽ പേർ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പെൺകുട്ടി നൽകിയ മൊഴിയും അതുപോലെ തന്നെ ഈ സംശയം തോന്നുന്ന ആളുകളെ വ്യാപകമായി വിളിച്ച് വരുത്തുന്നുണ്ട്. ഇപ്പോഴെന്തായാലും കുറച്ച് ആളുകൾ 30ഓളം ആളുകളെ കസ്റ്റഡിയിൽ എടുക്കുകയും കുറെ പേരെ വിട്ടയക്കുകയും ചെയ്തു. ഇപ്പോൾ നിലവിൽ 8 പേരാണുള്ളത്. ഇതിൽ ഭൂരിഭാഗവും ഈ പെൺകുട്ടിയുടെ ഈ കായിക താരങ്ങളടക്കമുള്ള ആളുകളാണ് കൂടുതലായി ഉള്ളത്. ഇനി ഈ കായിക പരിശീലനം നേടിയ അധ്യാപകർ, അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ അയൽവാസികളായ ആളുകൾ അടക്കം ഇനിയും പോലീസിന്റെ വലയിലാകാനുണ്ട്. ഇനി ഇവരുടെ അറസ്റ്റ് എന്നത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കുട്ടി ഈ പ്രതികളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ കുട്ടിയെ കൂടി മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം ഈ കുട്ടി ഇന്ന ആളുകൾ തന്നെയാണ് ഇതിന് പിന്നിൽ എന്ന് കണ്ടെത്തുന്ന മുറയ്ക്കായിരിക്കും ഈ അറസ്റ്റിന്റെ നടപടികളിലേക്ക് പോവുക. ഇതിൽ 60-ലധികം ആളുകൾ, 61 ആളുകൾ ഈ തന്നെ ശാരീരികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഈ പെൺകുട്ടിയുടെ പരാതി. ഇത് ഈ മഹിളാ സമിക്യ എന്ന ഈ വനിതാ സംഘടന, സാമൂഹ്യ സംഘടനയ്ക്ക് ആദ്യം കുട്ടി മൊഴി നൽകുന്നു. പിന്നീട് അത് CWCക്ക് വിവരം അറിയിക്കുന്നു. CWC ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായത്തോടെ വിശദമായ മൊഴി രേഖപ്പെടുത്തി പിന്നീട് ഈ പത്തനംതിട്ട SP വിവരം അറിയിക്കുന്നു. അങ്ങനെയാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും അന്വേഷണ സംഘം ഇപ്പോൾ വിശദമായി മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അറസ്റ്റിലായ 5 പേരാണ് ആകെ അറസ്റ്റിലായിട്ടുള്ളത്. ഇതിൽ ഒരാൾ നേരത്തെ തന്നെ ഒരു പോക്സോ കേസിലെ പ്രതിയാണ്. ഇത് കൂടാതെ 4 പേർ കൂടി നിലവിൽ ജയിലിൽ കഴിയുന്നുണ്ട്. കൂടുതൽ ആളുകളുടെ അറസ്റ്റ് ഇന്നും നാളെയുമായി തന്നെ എത്രയും പെട്ടെന്ന് പരമാവധി വേഗത്തിൽ ആളുകളെ പിടികൂടുക എന്നതിനാണ് ഈ പോലീസ് ഊന്നൽ നൽകുന്നത്. ഇല്ലെങ്കിൽ ഇവർ ഒളിവിൽ പോകുന്നതിന് മറ്റുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സംശയം തോന്നുന്ന ആളുകളെ മുഴുവൻ വിളിച്ചു വരുത്തുകയും അവരെ കസ്റ്റഡിയിലെടുത്ത് തുടർ നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കുട്ടിയുടെ അച്ഛന്റെ ഫോൺ കസ്റ്റഡിയിലാണ് എന്നറിയുന്നു. ഈ പ്രതികൾ പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിച്ചത് ഈ അച്ഛന്റെ ഫോൺ വഴിയാണെന്നാണോ പോലീസ് പറയുന്നത്? അപ്പോൾ ഈ ഫോൺ പരിശോധന പൂർത്തിയായി കഴിയുമ്പോൾ തന്നെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണോ പോലീസ് പറയുന്നത്? ദിവ്യ, ഇപ്പോൾ 18 വയസ്സ് ഈ പെൺകുട്ടിക്ക് പൂർത്തിയായിട്ടുണ്ട്. ഈ 15 വയസ്സ് മുതൽ തന്നെ ഈ ശാരീരിക പീഡനങ്ങൾക്ക് ഇരയായിരുന്നു. അതായത് ഏതാണ്ട് 3 വർഷത്തോളം ഈ ആളുകളുമായി ഈ കുട്ടി ഈ ഫോൺ വഴി, അച്ഛന്റെ ഫോൺ വഴിയായിരുന്നു ഈ ആശയവിനിമയങ്ങൾ നടത്തിയത്. അച്ഛൻ ഈ കുട്ടിയുടെ കാര്യത്തിൽ കൃത്യമായി ശ്രദ്ധ ചെലുത്തിയിരുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ അച്ഛന്റെ ഫോണിലെ ആയിരുന്നു ഇൻസ്റ്റഗ്രാമും അതുപോലെ തന്നെ കുട്ടി വാട്സപ്പും എല്ലാം ഉപയോഗിച്ചിരുന്നത്. ഇത് ഈ ഫോറൻസിക് പരിശോധനയ്ക്ക്, ശാസ്ത്രീയ പരിശോധനയ്ക്ക് കൂടി വിധേയമാക്കേണ്ടതുണ്ട്. കാരണം ഈ പ്രാഥമികമായി അറസ്റ്റ് ചെയ്യുന്നതിന് മറ്റും ഈ തെളിവുകൾ ധാരാളമാണ്, ഈ ഡിജിറ്റൽ തെളിവുകൾ ധാരാളമാണ്. പക്ഷെ അത് കോടതിയിൽ ഹാജരാക്കുമ്പോൾ അത് കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അതുകൂടി ചെയ്യും. ഈ പ്രതികളുടെ അറസ്റ്റ് എന്നതിനാണ് പോലീസ് ഏറ്റവും പ്രാഥമികമായ ഊന്നൽ നൽകുന്നത്. അതിനുശേഷമായിരിക്കും കൂടുതൽ ഈ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഫോൺ അയക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക. ഇതിൽ ഈ കുട്ടിയുമായി ബന്ധമുള്ള, അതായത് ഈ കുട്ടിയുടെ അയൽവാസികളായ ആളുകൾ, ഈ ബന്ധുക്കളായ ആളുകൾ, അതോടൊപ്പം ഈ കായിക താരം എന്ന നിലയ്ക്ക് കുട്ടി യാത്ര ചെയ്തിരുന്ന സമയത്ത് ശാരീരികമായ പീഡനം അനുഭവിച്ചിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ കുട്ടി വിശദമായ മൊഴി നൽകിയിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ കുട്ടി
കുട്ടിയിൽ നിന്ന് ചോദിച്ചറിയണം എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രതികളെ കുട്ടി തിരിച്ചറിയുന്ന മുറയ്ക്കായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. എന്തായാലും ഫോൺ കേന്ദ്രീകരിച്ചാണ് ഏതാണ്ട് 38 പേരുടെ വിവരങ്ങൾ ഈ ഫോണിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഈ കുട്ടിയുമായി ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആശയവിനിമയം നടത്തിയ 38 പേരുടെ വിവരങ്ങൾ കൃത്യമായി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ തുടർന്ന് മറ്റാളുകളുടെ കൂടി വിവരങ്ങൾ, ഈ കുട്ടിക്ക് പേരും പല ആളുകളുടെ വീടും അടക്കം ഉള്ള കാര്യങ്ങൾ അറിയാം. അതെല്ലാം തന്നെ വിശദമായി പോലീസിന് മൊഴിയായി നൽകിയിട്ടുണ്ട്. ഇനി തുടർ നടപടികൾ എന്നുള്ളതിലേക്ക് പോലീസ് ഏറ്റവും ഊന്നൽ നൽകുന്നത് ഈ പ്രതികളുടെ അറസ്റ്റ് എന്നുള്ളതിന് തന്നെയാണ്.